ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഇച്ചൂസ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്ത് കഥല്ലോ. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക, പിന്നെ ലൈക്കും ഷെയർ ആക്കാനും മറക്കല്ലേ. ഇതെങ്ങോട്ടാണെന്ന് പോകുന്നതല്ലേ വാ പറയാം. നമ്മളെ കാസർഗോഡത്തെ മെയിൻ സ്പോട്ടിലേക്കാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. എവിടെയെന്നല്ലേ, ബേക്കലം ബീച്ച്. എന്ന് വെച്ചാൽ ഞാൻ മെയിനായിട്ട് അധികം വന്നിട്ടുണ്ടായാൽ ഇടുക്ക് തന്നെ ആയിരിക്കും. അതിനോണ്ട് തന്നെ ഞമ്മ നാട്ടിലേക്ക് പോയിട്ടാകുമ്പോൾ ഇടുക്ക് പോകണമെന്ന് തന്നെ ഉണ്ടായിന്. അങ്ങനെ ഞമ്മ ഒരു ദിവസം വന്നതാണ് ഗൈസ് ഇന്നത്തെ വ്ളോഗ്. അങ്ങനെ ഞമ്മ ഈ ബീച്ചിലേക്ക് വന്നിട്ടുണ്ടായ ഒരു ഉച്ച ടൈം അങ്ങനെ ആയിട്ടാണ്, ഈവനിങ് അല്ല, അതിനായിട്ട് കുറച്ച് മുമ്പ് വന്നതാണ്. എന്താ വെച്ചാൽ ഇനി ടൈമൊന്നും കിട്ടില്ല, ഇവിടെ പോകാൻ ഞമ്മ തിരിച്ചെടുത്തൊക്കെ ഒന്നും പോകാൻ കഴിയലാത്തിൽ നമ്മൾ അങ്ങനെ വന്നതാണ്. അങ്ങനെ എങ്ങനെയോ എത്തിയതാണ് ഇവിടെ. അങ്ങനെ എന്തായി ഗൈസ്, അപ്പോൾ ഫസ്റ്റ് തന്നെ കിട്ടുന്നത് ഇവിടുത്തെ ബേക്കലം ബീച്ചിലാണ്. പിന്നെയുള്ളതാണ് റെഡ് മൂണ്. അപ്പോൾ രണ്ടാമത് വന്നതാണ് ഇവിടെ റെഡ് മൂണ് ബീച്ചിൽ. അങ്ങനെ അമ്മ എന്തൊക്കെ നേരെ റെഡ് മൂണിലേക്ക് പോയി. ആടെങ്കിൽ പിന്നെ കുറച്ചും കൂടി കാണാൻ നല്ല പാങ്ങുണ്ടാകുന്നു, നല്ല ഉണ്ടാകുന്നു അവിടെ പോയാലും മുമ്പൊക്കെ. അങ്ങനെ അമ്മ അങ്ങോട്ടേക്കാണ് ഫസ്റ്റ് പോകുന്നുള്ളത്. ഇപ്പോഴത്തെ കഥ അറിയാലോ, എന്തെല്ലാം മാറിയെന്ന് എന്തെന്നല്ല. അപ്പോൾ നമുക്ക് പോയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് പോകാനുണ്ട്. കാരണം എന്താ വെച്ചെങ്കിൽ അങ്ങനെ ബെയിലും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടാ. ബീച്ചിൽ സൈഡാകുമ്പോൾ ബെയിലുണ്ടാകുമ്പോൾ നമുക്ക് പോകാനൊന്നും കഴിയില്ല ഈ ഉച്ച ടൈമിലൊന്നും. പക്ഷെ നമ്മൾ അന്ന് പോകുന്ന നല്ല മൂഡായിരുന്നു, അതിനോട് ബെയിലും അങ്ങനെ ഒന്നും ഉണ്ടായിട്ട് ടയർഡൊന്നും ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ അവിടെ പോകാനായത്. അങ്ങനെ കാർ പാർക്കാക്കുന്നിടത്ത് എന്തോ വണ്ടിയൊന്നും ഉണ്ടായിട്ടാ. കാരണം എന്താ വെച്ചാൽ ഈ ടൈമിൽ അങ്ങനെ ആളുണ്ടാകുന്നില്ല, കുറവ് തന്നെ. അതുകൊണ്ട് വലിയ ആളൊന്നും ഉണ്ടായിട്ടാ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ഈ ഒരു ഷോപ്പാണ് കണ്ടത്. ഇതാണ് പഴയകാലം മിഠായി കട. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് 2-3 മുട്ടായി മേടിച്ചിട്ടുണ്ടായിന്, പഴയ മുമ്പ് പണ്ടത്തെ. ഇപ്പം അങ്ങനെ അത് കിട്ടാനൊന്നും ചാൻസ് ഇല്ല. അങ്ങനെ എന്താക്കി, അങ്ങനെ ഫുള്ള് ഇതിൻ്റെ ഉള്ളിൽ നടക്കാമെന്ന് വിചാരിച്ച്. എന്ന് വെച്ചാൽ കുറേ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ, അങ്ങറ്റം വരെ ഇത് ഫുള്ള് കാണാനുണ്ട്. അതുപോലെ കുറേ ഷോപ്പുണ്ട് ഫുഡ് ഐറ്റംസ്. എന്താ വെച്ചാൽ ഈ നേരത്ത് അത് ഓപ്പൺ ആയിട്ടില്ല, രാത്രി പിന്നെ ഈവനിങ് ടൈം അങ്ങനെയെല്ലാം ഓപ്പൺ ആകുന്നത്. അതിനോണ്ട് ഇപ്പോൾ ഓപ്പൺ ആയിട്ട് ഓരോരോ ഷോപ്പ് മാത്രം ഓപ്പൺ ആയിട്ടുണ്ടായത്. അങ്ങനെ ഞമ്മ ഇതിൻ്റെ ഉള്ളിൽ രണ്ടാൾ കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എല്ലായിടത്തും നോക്കിയും പിന്നെ ബീച്ച് സൈഡെല്ലാം പോയി. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ എന്ത് ചേഞ്ച് വന്നിട്ടില്ല ഗൈസ്. പണ്ട് എങ്ങനെയാണ് ഉണ്ടായത് അതുപോലെ തന്നെ ഉണ്ടായിന്. പിന്നെ ഒന്ന് ബീച്ചിൻ്റെ സൈഡായിട്ട് കുറേ ഷോപ്പെല്ലാം ഉണ്ടായിന്. പിന്നെ അതൊന്നും ഇപ്പം ഇല്ല, ഫുള്ള് മാറിന്. എന്താ വെച്ചാൽ ആടിന് ഞാൻ മോമോസ് അങ്ങനത്തെ എല്ലാം മുമ്പ് കഴിച്ചിട്ടുണ്ടായിന്. എന്തോ ഒരു ടേസ്റ്റാണ്. അതെല്ലാം ഓർത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് ഞാൻ വന്നത്, അതെല്ലാം ഉണ്ടാവുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായിട്ട്, ആ ഷോപ്പേ ഉണ്ടായിട്ട് ഫുള്ള് പോയിന്. പിന്നെ വേറെ എന്ത് ചേഞ്ചൊന്നും ഇല്ല. അങ്ങനെ നമ്മൾ കുറേ സമയം അടിയെ നിന്നിട്ടിങ്ങനെ നമ്മൾ മുമ്പ് വന്ന ഇങ്ങനെ കഥയെ ഇങ്ങനെ പണ്ടത്തെല്ലാം ഇങ്ങനെ ഈ കഥ പറഞ്ഞുകൊണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഇരിക്കുന്ന സീറ്റെല്ലാം ഉണ്ടാകുന്ന അവിടെ വന്ന ആൾക്കെല്ലാം. അപ്പോൾ നമ്മൾ കുറേ സമയം അടി ഇരുന്ന് പിന്നെ ഫോട്ടോ വീഡിയോ എല്ലാം എടുത്ത് പിന്നെ നമ്മൾ നേരെ പോയത് ബേക്കലം ബീച്ചിലേക്ക് തന്നെയാണ്, ഫസ്റ്റ് കിട്ടുന്ന ഒരു ബീച്ചിലേക്ക്. ഇനി ആടെ പോയിട്ട് എന്തെല്ലാം ചേഞ്ച് വന്നിന് നോക്കാം. അങ്ങനെ ആടുന്ന് കാറിന് വന്നിട്ട് നേരെ ഈ ബീച്ചിൻ്റെ സൈഡ് നമ്മൾ കാർ പാർക്കാക്കി പിന്നെ ഇത് ഇതിൻ്റെ ഉള്ളിലേക്കാണ് നടന്നു പോകുന്നുള്ളത്. അപ്പോൾ ഈടെ നോക്കുമ്പോൾ ഗൈസ് കുറേ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെയൊന്നല്ലേ ഇവിടെ ഉണ്ടായത്. ഇതെപ്പോൾ വന്നൊന്നും അറിയാമല്ലോ, പക്ഷെ ഞാനിപ്പോൾ നോക്കുമ്പോൾ കുറേ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെല്ലാം ഫുൾ വീഡിയോ കാണാം. ഫസ്റ്റ് തന്നെ നമുക്ക് കണ്ടത് ഇങ്ങനത്തെ ഫുഡ് സ്പോട്ടാണ്. എന്താ വെച്ചാൽ ഞാൻ മെയിനായിട്ട് തന്നെ മോമോസ് അങ്ങനെ കഴിക്കാത്തതാണ്. അപ്പോൾ അനുവച്ചാൽ അപ്പോൾ ഇനി നിൽക്കും മോമോസ് തന്നെ തോന്നിയിട്ട് തന്നെ ഫുള്ള് കാണാം എന്തായിട്ട്. അങ്ങനെ നമ്മൾ മോമോസ് തപ്പിക്കൊണ്ടാണ് ഗൈസ് നമ്മൾ നടക്കുന്നുണ്ട്. ഓരോ ഷോപ്പിലാണ് വെച്ചാൽ കേൾക്കുന്നുണ്ട് മോമോസ് ഉണ്ട്. എന്താ വെച്ചാൽ എന്ത് ഫുഡൊന്നും അടങ്ങിനെ ഇതൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ മോമോസ് അധികം എടുത്തുണ്ടായിട്ട് അങ്ങനെ ലാസ്റ്റ് ഒരു ഷോപ്പിൽ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ കുറേ ഷോപ്പ് അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് മോമോസ് ഓർഡറാക്കി. അങ്ങനെ അപ്പൊക്കെ ഉണ്ടാകുന്ന വെച്ചാൽ ഐസ്ക്രീം മേങ്ങനെ. അപ്പോൾ ഞങ്ങൾക്ക് ഉമ്മാണോത്ത് ഞാനും മേങ്ങി. അങ്ങനെ നമ്മൾ ഐസ്ക്രീം തോന്നിട്ട് അവിടെ കുറേ സമയം ഇരുന്നതെന്ന് വെച്ചാൽ മോമോസ് കുറച്ച് കയ്യു കിട്ടുമ്പോൾ ചെല്ലുകൊണ്ട്. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ ചെറിയ സാധനം എത്തിയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ഇത്. അത് ഞാനൊരു ഫ്രൈ ആയ മോമോസാണ് പറഞ്ഞിട്ടുണ്ടത്. അപ്പോൾ അതിൻ്റെയൊക്കെ കെച്ചപ്പെല്ലാം ഉണ്ടായിന്. അതൊന്നാകെ ഞാൻ ഒഴിച്ചിട്ട് നല്ല തിന്നാണ് ഗൈസ്. പിന്നെ ഒന്ന് ഈ ബീച്ചിൽ നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഒന്നാമത് കുറേ സ്റ്റുഡൻസ് ഉണ്ടായിന്. അവിടെ എന്തോ കോളേജിലത്തെ എന്തോ പരിപാടി ഉണ്ടായിന് ബീച്ചിൻ്റെ പാർക്കിൽ. അതുകൊണ്ട് തന്നെ നല്ല ആൾക്കാരുണ്ടായി. എന്താ വെച്ചാൽ റെഡ് മൂണിൽ പോയിട്ടാകുമ്പോൾ നമുക്ക് അങ്ങനെ ആളൊന്നും ഉണ്ടായിട്ട്, ഇതിനുള്ള അങ്ങനെയല്ല, ഫുൾ ആൾ തന്നെ ഉണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനത്തെ ഗെയിമിൻ്റെ ഒരു പ്ലേ ഏരിയ തന്നെ ഇവിടെ ഉണ്ട്. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് നോക്കി അങ്ങനെ നമ്മൾ എല്ലായിടത്തേക്കും നടക്കുകയാണ് ഗൈസ്. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പുറത്ത് ചെയ്യുമ്പോണ്ട് ഗൈസ് ഒട്ടകം. അങ്ങനെ ഒട്ടകത്തിൽ നമുക്ക് പോവാൻ അങ്ങനത്തെ ഉണ്ടായിന്. അപ്പോൾ നോക്കുമ്പോൾ ഒട്ടകത്തിൻ്റെ ഇങ്ങനെ കുറച്ച് ടൈം കയ്യും ചെയ്യും. അതിനോട് നമ്മൾ ആടുന്ന നേരം ബാക്കിയുള്ള സ്ഥലം കാണാത്ത പിന്നെ നമ്മൾ നേരെ നടക്കാൻ തുടങ്ങി. നമ്മൾ
കരൻ്റെ സൈഡിൽ നടക്കുന്നു, പിന്നെ ഫുള്ള് നോക്കുന്നല്ലാതെ നമ്മൾ ബീച്ചിലേക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിട്ട്. അപ്പോൾ ഞാൻ അനുച്ചാനോട് ചൊല്ലി നമുക്ക് ബീച്ചിൽ പോയിട്ട് ഇറങ്ങാമെന്ന്. അപ്പോൾ ഓൻ്റെ ഷൂ ചണ്ടിയാവത്തോ ഓൻ ഇറങ്ങിയിട്ട്, പക്ഷെ നമുക്ക് അത് പ്രശ്നമൊന്നുമല്ല. അതിനോട് ഞാൻ പോയിട്ട് നേരെ വെള്ളത്തിലേക്ക് കീഞ്ഞി. അങ്ങനെ ഫുള്ള് ചണ്ടിയാക്കിയോന്നല്ല, ജസ്റ്റ് ഇങ്ങനെ കാലെല്ലാം ഇങ്ങനെ വെള്ളത്തിലിടാത്ത അങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ ജസ്റ്റ് വീഡിയോ എല്ലാം എടുക്കാത്ത അത്രയേ ഉള്ളൂ. വെള്ളത്തിൽ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല പണി കിട്ടി ഗൈസ്. കാരണം വെച്ചാൽ ഇവിടെ കാല് കവാൻ വെള്ളമൊന്നും ഉണ്ടായിട്ട. ഞാനത് ഫസ്റ്റ് നോക്കിയിട്ടൊന്നുമില്ല. ഇത് നോക്കിയിട്ട് കടലിൽ പോയിട്ട് ഞാൻ ഫുള്ള് കാല് കയറ്റി വരുമ്പോൾ പൊയ്യെ ആദിലുവാന്ന്. അപ്പോൾ ഞങ്ങൾക്ക് എത്ര കയറ്റും കാര്യമില്ല. അങ്ങനെ കുറച്ച് കുപ്പിയിൽ വെള്ളം ഉണ്ടായാൽ അത് കയറ്റി നേരെ ഷൂട്ട്. പിന്നെ നമ്മൾ കുറച്ചും കൂടെ നടക്കുമ്പോഴേക്ക് ഇതാ ഈ ഒരു ഐറ്റം കാണുന്നത്, ഇതാണ് പൊട്ടറ്റോ ഫ്രൈ. ഇതറിയാത്ത ആൾ കുറവായിരിക്കും. ഇതെന്തോ ഒരു ടേസ്റ്റ് തന്നെ. ഇത് ഞാൻ കുറേ ആയി തോന്നിയിട്ട് അങ്ങനെ ഞാൻ എന്താക്കി, ഇത് ഫസ്റ്റ് മേങ്ങാൻ പോയതിനെ അനുവച്ച ഇത് നിനക്ക് ബാണാകത്ത്, പിന്നെ ബാണാൻ കേട്ടെങ്കിൽ പിന്നെ ബാണ്ടാൻ ചെല്ലുണ്ടാവും, ബാണോന്ന് തന്നെ പറഞ്ഞ്. അങ്ങനെ ഇതാ നമ്മൾ കുറച്ച് ടൈം വെയിറ്റ് ആക്കേണ്ടി വന്നതെന്ന് വെച്ചാൽ കുറച്ച് ആളുണ്ടായി ഇടയ്ക്ക് പോയിട്ട്. അങ്ങനെ ഇതാ നമ്മളെ പൊട്ടറ്റോ ഫ്രൈ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ബീച്ചിൻ്റെ സൈഡ് തന്നെ ഇരുന്നിട്ട് തിന്നറാന്ന് ഇരിച്ചെങ്കിൽ കാക്ക ഒരു സ്ഥലം വെറുതെ വിട്ടിട്ട് ഗൈസ്. എന്താ വെച്ചാൽ ഇത് ചൂടോട് തിന്നാൻ തന്നെ. അപ്പം അങ്ങനെയാണ് പിന്നെ നടന്നുകൊണ്ട് തിന്നു. അങ്ങനെ ലാസ്റ്റ് നമുക്കൊരു സീറ്റ് കിട്ടി. പിന്നെ അതുപോലെ ഊഞ്ഞാലെല്ലാം ഉണ്ടായിന്. അങ്ങനെ കുറേ ടൈം നമ്മൾ ഊഞ്ഞാലാടി കളിച്ച് അങ്ങനെ നല്ല എൻജോയ് ആക്കി അന്നത്തെ ഡേ. അങ്ങനെ ആടെ ഫുള്ളെല്ലാം കഴിഞ്ഞ പിന്നെ ഞാൻ പോവാൻ കിയമ്മാണ് ഗൈസ് ഇത് കണ്ടത്. ഇത് ഇവിടെ പുതിയതായിട്ട് വന്നതെന്ന് തോന്നുന്നു. ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇങ്ങനെ കിളി തത്ത അങ്ങനത്തെ എല്ലാം ഉണ്ടാകുന്നില്ലേ അതിൻ്റെ എല്ലാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറാനൊന്നും നിന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ പുറത്തുനിന്ന് കണ്ടതെന്ന് മാത്രം. പിന്നെ നമ്മൾ നേരെ പുരലോട്ടാണ് ഗൈസ് പോകുന്നുള്ളത്. അടുത്ത എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുള്ളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ ലൈക്കും ഷെയറും ചെയ്യാനും മറക്കല്ലേ.